അമൃത് വേണി ലൈഫ് സ്ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 8 ബുധനാഴ്ച. വയനാട് ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ ദുരന്തത്തിൽ സർക്കാർ ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ചു. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായതിനെക്കുറിച്ചാണ് ഒരന്വേഷണം. തുരങ്ക നിർമ്മാണ അനുമതി നൽകിയപ്പോൾ മുന്നോട്ട് വച്ച സുരക്ഷാ നിബന്ധനകൾ കരാറുകാർ പാലിച്ചോ എന്ന പരിശോധനയാണ് രണ്ടാമത്തേത്. നിർത്തിവച്ച തുരങ്ക നിർമ്മാണം പുനരാരംഭിക്കുന്ന കാര്യത്തിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ തീരുമാനമെടുക്കൂ. മന്ത്രിസഭാ തീരുമാനം മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. PSCയിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏർപ്പെടുത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു. പരീക്ഷാ മാർക്കിനെ ഇന്റർവ്യൂവിലൂടെ അട്ടിമറിച്ചെന്നതടക്കം നിരവധി പരാതികളാണ് സർക്കാരിന് ലഭിച്ചത്. യോഗ്യത നിശ്ചയിക്കൽ, ചോദ്യം തയ്യാറാക്കൽ, മൂല്യനിർണ്ണയം തുടങ്ങിയവയിലെല്ലാം ക്രമക്കേടുണ്ടെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം കേരള സർക്കാരിന്റേതാണെന്നും അദാനിക്കുള്ള ഓഹരിയുടെ 49% മാത്രമാണ് MSC കമ്പനിക്ക് വിൽക്കാൻ അവർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ഓഹരി കൈമാറ്റത്തിന് അദാനിയും MSCയും തമ്മിൽ ധാരണയിലെത്തിയത് 1 വർഷമായി LDF സർക്കാരിന്റെ ഒത്താശയോടെയാണെന്ന് ദേശാഭിമാനി പത്രത്തിൽ ജൂൺ 5 വാർത്തയുണ്ടെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ദേശാഭിമാനിയുടെ വാർത്തകൾ ഉയർത്തിക്കാണിച്ചാണ് മുഖ്യമന്ത്രി ഇക്കാര്യം സമർത്ഥിച്ചത്. സർക്കാരിന്റെ അനുമതിയില്ലാതെ ഓഹരി കൈമാറ്റം നടക്കില്ല. എന്നാൽ ഓഹരി കൈമാറിയെന്നുവരെ ചില മാധ്യമങ്ങൾ നുണപ്രചാരണം നടത്തി. ഈ സർക്കാർ എന്തു തെറ്റാണ് വിഴിഞ്ഞം തുറമുഖ വിഷയത്തിൽ ചെയ്തതെന്ന് VD സതീശൻ ചോദിച്ചു. മേപ്പാടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെ കുടുംബങ്ങൾക്കും 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കും. പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി VD സതീശനുമായി ഫോണിൽ വിളിച്ച് ദുരന്ത വിശേഷങ്ങൾ ആരായുകയും കേന്ദ്രത്തിന്റെ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളുടെ പുരോഗതി പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് നിരീക്ഷിക്കാൻ രാജ്യത്താദ്യമായി ഓപ്പൺ പോർട്ടൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും ഓഫീസുകളിൽ ഇതിനായി പ്രത്യേക ഏകോപന സംവിധാനം ഒരുക്കും. പദ്ധതികളുടെ പുരോഗതി കളർ കോഡുകൾ ഉപയോഗിച്ച് പോർട്ടലിൽ പ്രദർശിപ്പിക്കും. 80% പൂർത്തിയായ പദ്ധതികൾക്ക് പച്ച, 50 മുതൽ 70% വരെ പുരോഗതിയുള്ളവയ്ക്ക് ഓറഞ്ച്, കാര്യമായ പുരോഗതിയില്ലാത്തവയ്ക്ക് ചുവപ്പ് നിറം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിൽ ഹൈക്കോടതിക്കെതിരെ പരാമർശമുണ്ടെന്നാണ് സിംഗിൾ ബെഞ്ച് വിമർശിച്ചത്. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി K. ബിജുവിനെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്തു. വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. വയനാട് പുനരധിവാസ ടൌൺഷിപ്പ് നിർമ്മാണ പ്രദേശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് അടിയന്തരമായി നീക്കം ചെയ്യാൻ കരാർ കമ്പനിയായ ഊരാളുങ്കലിന് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് കൂട്ടിയിട്ട മണ്ണ് അവർ നീക്കം ചെയ്തു. സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് 4 ജില്ലകളിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് പണിമുടക്ക്. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ താലൂക്ക് കേന്ദ്രങ്ങളിലേക്ക് മാർച്ചും ധർണയും നടത്തി. വടക്കാഞ്ചേരിയിൽ ഇൻഷുറൻസ് ഉള്ള പോലീസ് വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെന്ന് പറഞ്ഞ് പിഴ ചുമത്തിയ സംഭവത്തിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിനെതിരെയാണ് കേസ്. കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചതും സോഷ്യൽ മീഡിയ വഴി വാർത്ത പ്രചരിപ്പിച്ച് പോലീസ് സേനയ്ക്ക് അവമതിപ്പ് ഉണ്ടാക്കിയതിനുമെതിരെയാണ് കേസ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതന്റെ 6 മാസത്തെ കാപ്പ തടവ് കാപ്പ ഉപദേശക സമിതി ശരിവച്ചു. ഇതോടെ കോർപ്പറേഷനിലെ കൌൺസിലർ സ്ഥാനം സുഗതന് നഷ്ടമാകും. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ട DYSPക്ക് കീഴിലെ ഡാൻസ് ഓഫ് സംഘത്തിലുള്ള സുമൻ, പ്രിയേഷ്, രാഹുൽ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്.
കോടതിയെ ലക്ഷ്യക്കേസിൽ മുൻ KPCC പ്രസിഡന്റിന് ആശ്വാസം. മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിലെ CBI അന്വേഷണം റദ്ദാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെ വിമർശിച്ചതിന് കോടതിയെ ലക്ഷ്യക്കേസിൽ കുടുങ്ങിയ K. സുധാകരൻ MP കോടതിയിലെത്തി മാപ്പപേക്ഷിച്ചു. ഇതോടെ ഹൈക്കോടതി കോടതിയെ ലക്ഷ്യ നടപടികൾ അവസാനിപ്പിച്ചു. കേരളത്തിലെ 5 റെയിൽവേ സ്റ്റേഷൻ കെട്ടിടങ്ങൾ കൂടി നവീകരണത്തിന് ശേഷം ഉദ്ഘാടനത്തിന് സജ്ജമായി. അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി നവീകരിച്ച പരപ്പനങ്ങാടി, തിരൂർ, തലശ്ശേരി, ഫറോക്ക്, നിലമ്പൂർ റോഡ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ ഈ മാസം ഉദ്ഘാടനം ചെയ്യും. BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പരമ്പരാഗത യൂണിഫോം നിറം മാറ്റി BJP ഭരണസമിതി. രൂപീകരണ കാലം മുതൽ സേനാംഗങ്ങൾ ധരിച്ചിരുന്ന പച്ച കോട്ടുകൾക്ക് പകരം കാവി നിറത്തോട് സമാനമായ പുതിയ യൂണിഫോം കോട്ടുകളാണ് കോർപ്പറേഷൻ വിതരണം ചെയ്തിരിക്കുന്നത്. ലിഫ്റ്റിൽ തലകുടുങ്ങി വയോധികൻ മരിച്ചു. പത്തനംതിട്ട കടമ്മനിട്ട കല്ലേലിമുക്കിൽ മാത്തുക്കുട്ടിയാണ് മരിച്ചത്. മാത്തുക്കുട്ടിയും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. സുകുമാരക്കുറുപ്പ് തിരോധാന കേസിൽ 3 ആഴ്ച മുൻപും പോലീസ് തന്റെ മൊഴിയെടുത്തെന്ന് നഴ്സ് രത്നമ്മ. 1988-ലാണ് ബൊക്കാറോയിൽ കുറുപ്പിനെ കണ്ടത്. താൻ നഴ്സിംഗിന് പഠിച്ചിരുന്ന ആശുപത്രിയിൽ നെഞ്ചുവേദനയ്ക്ക് ചികിത്സ തേടി എത്തിയതായിരുന്നു. താൻ കുറുപ്പിന്റെ നാടായ ചെറിയനാട് സ്വദേശിയാണെന്ന് പറഞ്ഞതോടെ കുറുപ്പ് ആശുപത്രിയിൽ നിന്ന് മുങ്ങിയെന്നും രത്നമ്മ പറഞ്ഞു. ഗതാഗത മന്ത്രിയുടെ കാസർഗോഡ് യാത്രയ്ക്കായി ഉപയോഗിച്ച വാഹനത്തിന് രേഖകളില്ലെന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ്. കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുള്ള ഇൻഷുറൻസ് ഈ വാഹനത്തിനുണ്ടെന്ന് MVD അറിയിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1ാം സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക ഇത്തവണ 30 കോടിയാക്കി. 50 ലക്ഷമായിരുന്ന 3ാം സമ്മാനം 25 ലക്ഷമാക്കി സമ്മാന ഘടനയിൽ മാറ്റം വരുത്തി. അവയവക്കടത്തിലെ കള്ളപ്പണ കേസിൽ കൊച്ചി ലേക്ക് ഷോർ ആശുപത്രി MDയെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിൽ കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രികളിലടക്കം വിവിധയിടങ്ങളിൽ ED പരിശോധന നടത്തിയിരുന്നു. തലസ്ഥാനത്തെ നിലവിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതി പര്യാപ്തമല്ലെന്നും മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിക്കുകയാണെന്നും മേയർ VV രാജേഷ്. ഇപ്പോൾ CPM തന്നെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വീണ്ടും അവയവദാനം. ഇരിങ്ങൽ കോട്ടക്കൽ സ്വദേശിയായ 20 വയസ്സുകാരൻ വിഷ്ണുവിന്റെ അവയവങ്ങൾ ദാനം ചെയ്യും. വിഷ്ണുവിന്റെ കരൾ, വൃക്കകൾ, നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്യും. ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്ന വിഷ്ണുവിന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. SSLC+2 പഠനം മുടങ്ങിയവർക്ക് സൗജന്യമായി തുടർ പഠനത്തിന് കേരള പോലീസിന്റെ ഹോപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. 22 വയസ്സിന് താഴെയുള്ളവർക്ക് അതത് ജില്ലയിലാണ് പരിശീലനം. താൽപര്യമുള്ളവർ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലോ 9497900200 എന്ന നമ്പറിലോ ഈ മാസം 31 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. 2008 അഹമ്മദാബാദ് സ്ഫോടനക്കേസിൽ 38 പ്രതികളുടെ വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു. 11 പ്രതികൾക്ക് ചുമത്തിയ ജീവപര്യന്തം തടവ് ശിക്ഷയിലും മാറ്റമില്ല. പ്രതികളിൽ 3 പേർ മലയാളികളാണ്. 2008 അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയിൽ 56 പേരാണ് കൊല്ലപ്പെട്ടത്. മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രളയം മൂലം ട്രെയിൻ ഗതാഗതം താറുമാറായി. മുംബൈയിലെ പാൽഘർ, വസൈ മേഖലകളിലും ഗുജറാത്തിലെ നവസാരിയിലും റെയിൽവേ ട്രാക്കുകളിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കേരളത്തിലേക്കുള്ള പ്രധാന ട്രെയിനുകൾ ഉൾപ്പെടെയുള്ള സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും ജനജീവിതം സ്തംഭിച്ചു. ഡൽഹി ജയ്പൂർ ദേശീയപാതയിൽ ഗുഡ്ഗാവിന് സമീപം പ്രധാന റോഡ് ഇടിഞ്ഞു താഴ്ന്നു. ഇതേ തുടർന്ന് ഹൈവേയിൽ കിലോമീറ്ററുകളോളം നീളത്തിൽ വൻ ഗതാഗത കുരുക്കാണ്. റോഡുകളിലെ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും കണക്കിലെടുത്ത് സ്വകാര്യ കമ്പനികൾ വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്ത് അധ്യാപകരുടെ എണ്ണം 1 കോടി കടന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. രാജ്യത്ത് 1.03 കോടി അധ്യാപകരാണ് ഉള്ളത്. 54.9% വനിതാ അധ്യാപകരാണ്. 14.67 ലക്ഷം സ്കൂളുകളിലായി 24.72 കോടി വിദ്യാർത്ഥികളുണ്ട്. 1 ലക്ഷത്തിലധികം സ്കൂളുകൾ ഒരൊറ്റ അധ്യാപകൻ മാത്രമായി പ്രവർത്തിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളെ പ്രോത്സാഹിപ്പിച്ച 1,60,000 ഇന്ത്യൻ അക്കൌണ്ടുകൾ 6 മാസത്തിനിടെ നീക്കം ചെയ്തെന്ന് മെറ്റ. കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനമനുസരിച്ചാണ് നടപടി. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ.
ഹോർമോസ് കടലിടുക്കിൽ 3 ചരക്ക് കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതിന് തിരിച്ചടിയായി അമേരിക്ക ഇറാനിലെ പ്രമുഖ സൈനിക കേന്ദ്രങ്ങളിൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തി. അമേരിക്കയുടെ അത്യാധുനിക ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. പിറകെ US വീണ്ടും ആക്രമണം നടത്തി. ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളും നടത്തി. ഹോർമോസ് കടലിടുക്കിന് സമീപം 9 ഇന്ത്യൻ കപ്പലുകൾ അവശേഷിക്കുന്നതായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കി. ഇവയിലായി ആകെ 198 ഇന്ത്യൻ ജീവനക്കാരാണ് ഉള്ളത്. ഷാർജയിൽ നിന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് പോയ ബോയിംഗ് 737 കാർഗോ വിമാനം കാണാതായി. വിമാനം അറബിക്കടലിൽ തകർന്ന് വീണോ എന്നാണ് സംശയം. 5 ജീവനക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ചൊവ്വാഴ്ച പ്രാദേശിക സമയം രാത്രി 9:21 വിമാനവുമായുള്ള ബന്ധം എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് നഷ്ടമായത്. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരെ അർജന്റീന 3-2 വിജയം സ്വന്തമാക്കിയെങ്കിലും മത്സരത്തിലെ റഫറിയിങ് കടുത്ത വിവാദത്തിലേക്ക്. ഈജിപ്തിനെ റഫറിയും വാറും ചേർന്ന് കൊള്ളയടിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. സംശയാസ്പദമായ തീരുമാനങ്ങളെല്ലാം നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് അനുകൂലമായി മാറിയതോടെ ഫിഫയ്ക്കും ഫ്രഞ്ച് റഫറി ഫ്രാൻസ്വാ ലെറ്റക്സ്കിയർക്കും എതിരെ വലിയ പരാതികളാണ് ഉയരുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.